രാജപ്പാ രാജപ്പാ കണ്ടതൊക്കെ വായി വലിച്ച് തിന്നോ. എന്തായാലും ഒടുക്കം ഞാനേ ഉണ്ടാവുള്ളൂ. വയ്ക്കോ. എന്താ മോളെ? അയ്യോ, മോക്കിതെന്ത് പറ്റി? എന്താ മോളെ, നിനക്ക് എന്താ പറ്റിയേ? അത് കുറച്ച് കഴിയുമ്പോ ശരിയാവും. എന്താ കുമാര, എന്റെ മോക്ക് എന്താ പറ്റി? രണ്ടു പറ്റ തള്ളക്ക് മനസ്സിലായില്ലേ മോക്ക് എന്താ പറ്റിയെന്ന്? ഗർഭം. അവളെന്നെ തോൽപ്പിച്ചതാ. പക്ഷേ കുമാരൻ തോക്കില്ല. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. ഞാൻ എന്തൊക്കെയായി കേക്കണേ? മിണ്ടാതിരുന്നോ, ചവിട്ടി കൊല്ലും ഞാൻ. ഇനി നാട്ടുകാരും കൂടി അറിയാൻ. കുമാരന്റെ മാനം പോയത് കണ്ട് ചിരിക്കാൻ. എല്ലാം ശരിയാക്കി തരാം ഞാൻ. മോഹിനി, മോഹിനി, മോഹിനി. നിനക്ക് മാളൂന് ഇഷ്ടമല്ലേ? മോഹിനിയേക്കാൾ, രാധയേക്കാൾ, ദേവുനേക്കാൾ. അവരെക്കാളൊക്കെ ഇഷ്ടം മാളുവിനോടാ. മാളു പറയ അവളെ ഞാൻ കെട്ടണം. പാവമാണെന്നും പറഞ്ഞ് നോക്കി എന്നെ തന്നെ നീ ചോദിച്ചല്ലടാ. കുമാരേട്ടനെ ഞാൻ എവിടെയൊക്കെ നോക്കി, പറയാനും വയ്യ. കുമാരേട്ടനായതുകൊണ്ട് പറയാതിരിക്കാനും വയ്യ. എന്താടാ? ഒന്നുമില്ല. മായ ഇനി ആടുമയ്ക്കാൻ വിടരുത്. കാര്യം പറയടാ. അല്ല, ആ നാടോടിയായ ചിത്രകാരനൊത്ത് എന്തൊക്കെയോ. നീ കണ്ടോ? കണ്ടു. കുമാരേട്ടാ, ഏയ്, എന്താ ഇത്? അത് ശരി, ഇപ്പോഴും അതോർത്തിരിക്കുക. ഞാൻ വെറുതെ ഒരു തമാശ കാണിച്ചാലേ. ഇല്ല, എന്റെ മിണ്ടാക്കുട്ടി ഞാൻ കാരണം മരിക്കില്ല. ആഹാ, അപ്പൊ ഞാനൊരു സൂത്രം ചെയ്യും. നീ ഇതാ ഇങ്ങനെ മരിച്ചു കിടക്കും. കണ്ണുകൾ അടച്ചേ. അപ്പൊ ഇങ്ങനെ ഇപ്പൊ കണ്ണു തുറന്നില്ലേ?
ഓടിക്ക് മോളെ. കൊല്ലും ഞാൻ നിന്നെ. തൊട്ടുപോയത് അവളെ. എന്നെ വേണമെങ്കിൽ തല്ലു കൊല്ലി എന്ന് വേണമെങ്കിൽ ചെയ്തോ, പക്ഷെ അവളെ തൊട്ടാ എന്താടാ പറഞ്ഞത്? എന്റെ കുടുംബത്തിലെ പെണ്ണ് ഞാൻ തല്ലാൻ പാടില്ലെന്നോ? അത് പോരെ നീ ആരടാ? ആരടാ നീ? എടോ, ഓടോ. ഓടിക്ക് മോളെ. കൊക്കേക്കടുത്ത് കുറുക്കാൻ തിന്നുന്നൊരു ദേഹം ഓർത്തോ? ഓടിവിടെ. കെട്ടിക്കോണോ ഇവിടുന്ന്, ഇല്ലെങ്കിൽ എന്താ കുമാര? മാറിയെന്നോ, അല്ലെങ്കിൽ കൊല്ലും ഞാൻ എല്ലാത്തിനെയും. പാടി. എന്റെ ഈശ്വര, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? എന്നെ തോൽപ്പിച്ചു എന്നാവും. നിനക്ക് തെറ്റി. ചക്കിന് വെച്ചത് കൊക്കിനായിന്നേ ഉള്ളൂ. നിന്റെ മുമ്പിൽ വെച്ച് ഞാൻ ഇവിടെ കെട്ടും. ചേച്ചിയെ പോലെ അനുജത്തെ അഭ്യാസം കാട്ടാ. തുണ്ടം തുണ്ടമായി അറിയും ഞാൻ. എന്താ ഞാൻ ഇവിടെ കെട്ടുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? ഉണ്ടോന്ന്? ഉണ്ടെങ്കിൽ എനിക്ക് പുല്ല. ഭഗവതി കാവിൽ വെച്ച് വെള്ളിയാഴ്ച കല്യാണം. മനസ്സിലായോ? അയ്യോ എന്റെ ദൈവങ്ങളെ. ഒരുപാട് വേദിച്ചോ നിനക്ക്? അയാൾ ദുഷ്ടനാ. നീ വേഗം അമ്മച്ചിയെ അറിയിക്കണം കേട്ടോ. എന്താ രാജപ്പ? എനിക്ക് വിശാലത്തെ ഇഷ്ടം. മാളു, 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 മാളു. എന്നെ മനസ്സിലായോ? മനസ്സിലായി. ഞാൻ പോവാ. കൂടെ മായയും കൊണ്ടുപോകണമെന്നുണ്ട്. നീ അവളെ നന്നായി നോക്കൂ. സംശയമുണ്ടോ ചേച്ചിക്ക്? ഈ മലയാളി വാരത്ത് കിടന്ന് ചത്താലും ശരി, അവളില്ലാന്ന് ഞാൻ പോവില്ല. പോകാൻ എനിക്ക് കഴിയില്ല. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ അവളെ തുറന്നു വിടണം. തുറന്നു വിടാം. എന്റെ കുട്ടിയെ വേദനിപ്പിക്കാതിരുന്നാ മതി. അനിയത്തിയാണെങ്കിലും അവൾ എനിക്ക് മോളെ പോലെയാ. മാളു.